ഒരു വിഷയം കേൾക്കുമ്പോൾ രണ്ട് ഭാഗം കേൾക്കണമായിരുന്നു. പക്ഷേ ഈ സാജി ഒരു വിഷയം കേട്ടപ്പം രണ്ട് ഭാഗം കേട്ടു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അവര് വാട്ട് എവർ ഫസ്റ്റ് ഓഫ് ലൈഫിൽ എന്തും ആവട്ടെ, പക്ഷെ അവരെന്നെ വിളിച്ച് എനിക്കൊരു മെസ്സേജ് അയച്ചു. എന്തൊക്കെയോ അവിടെ നടക്കണമല്ലോ അറിയോ ഷാജി, അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞാണ്ടല്ലോ, അവിടെ ചെന്നുണ്ടല്ലോ വെട്ടിക്കൊല്ലും അമ്മാരി കാട്ടിക്കൊല്ലാണ്. നിങ്ങളുടെ എന്താ ഭയങ്കര സീന് നടക്കണ്ടല്ലോ യൂട്യൂബിൽ. എന്റെ സീൻ അവിടെ നിൽക്കട്ടെ, നീ പറഞ്ഞതിലൊക്കെ സത്യം ഉണ്ടോ ഇല്ലേന്നും കൂടി എനിക്ക് അറിയണ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഷാജിയുടെ ഒരു മോട്ടിവേഷൻ വീഡിയോവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കോ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണിത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. വളരെ നല്ല ഒരു വീഡിയോ ആണ്. അവരുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ മറ്റൊരാൾക്ക് വരാതിരിക്കാൻ വേണ്ടി അവർ പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് മോട്ടിവേഷൻസുകൾ ഈ വീഡിയോയിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അവസാനം വരെ കാണും. ദയവ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യമായിട്ട് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. ഫാത്തി എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുമായിരിക്കും. അദ്ദേഹം ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറാണ്, അതുപോലെ തന്നെ യൂട്യൂബറാണ്, അതുപോലെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം വീഡിയോ ഇടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നങ്ങൾ നമ്മൾ യൂട്യൂബിലെല്ലാം കണ്ടതാണ്. അവരും ഭാര്യയുമായിട്ട് പ്രശ്നത്തിലാണ്, ഇപ്പോൾ ഡിവേഴ്സിനായിട്ട് പോയിരിക്കുകയാണ്. ഇതിൻ്റെ മുന്നേ അവർ മക്കളെയും കൂട്ടി വീഡിയോ ചെയ്യുന്നത് നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അവരുടെ ഭാര്യയുമായി മറ്റൊരാൾക്ക് വീതമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് വീഡിയോ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഭർത്താവിന് അവിധമുണ്ട് എന്ന രീതിയിലാണ് ഭാര്യയും ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷേ അതൊന്നുമല്ല നമ്മുടെ കാര്യം. അവരുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട് ഷാജി വലിയ സുഹൃത്ത് ബന്ധമാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണോ എന്തോ എന്നറിയില്ല. അവരുടെ ചാറ്റിൻ്റെ ചെറിയ ചില ഭാഗങ്ങൾ ഞാൻ ആദ്യമായി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങൾക്ക് അത് കണ്ടാൽ കാര്യങ്ങൾ മനസ്സിലാവും. അങ്ങനെ തന്നെയാണ്. ആദ്യം നമ്മൾ ഒരുപാട് തളരും, കാരണം എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നിരുന്നു. ഇത്താനെ ഒരു മൊത്തത്തിൽ ആൾക്കാരെടുത്തിട്ട് കൊടുങ്ങിയിരുന്നില്ലേ, അതേപോലെ എനിക്കൊരു ടൈം വന്നിരുന്നു. എല്ലാവരും എനിക്ക് നേരെ, കാരണം അവൻ യൂട്യൂബിൽ എന്നെ കുറിച്ച് വീഡിയോ ഇട്ട സമയത്ത് അവൻ്റെ വീഡിയോ ഓപ്പൺ ആക്കിയിട്ട് കമൻറ്റ് വായിച്ച് കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകും. അങ്ങനെ പിന്നെ ഇൻസ്റ്റയിൽ എന്നെ പറ്റി കുറേ വീഡിയോസ് ഇട്ടിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഡ്യൂട്ടിക്ക് പോകാൻ വയ്യ. ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ വരെ എന്നോട് ചോദിക്കാൻ തുടങ്ങി, എന്നെക്കുറിച്ചല്ലേ പറയണമെന്നില്ല. അങ്ങനെ ഭയങ്കര മെൻ്റലി പറ്റ ഡൗൺ ആയി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഞാൻ വിചാരിച്ചു 4-5 മാസം ഞാൻ കരഞ്ഞിരുന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ, നമ്മൾ അതിനങ്ങോട്ട് ഫേസ് ചെയ്യാൻ തുടങ്ങി. മൈൻഡേ ചെയ്യില്ല, നെഗറ്റീവ് വന്നാലും എന്നാലും ഒരാളെയും മൈൻഡ് ചെയ്തില്ല. നമ്മളെ ലൈഫ് നമ്മൾ നോക്കുക, നമ്മൾ നന്നായാൽ നമുക്ക് നല്ല നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളൊന്ന് വിചാരിക്കും, നിങ്ങൾക്ക് എത്രയോ ആൾക്കാർക്ക് കേൾക്കണം, നിങ്ങളതിൻ്റെ ഒരു 10 എനിക്ക് കേട്ടിട്ടുണ്ടാവുക. ഷാജിയുമായിട്ട് നമ്മുടെ ഫാത്തിയുടെ വൈഫ് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ജീവിതത്തിൽ ഒരുപാട് ടെൻഷനുകളും അതുപോലെ തന്നെ ഡിപ്രഷനും അനുഭവിച്ച ഒരാളാണ് ഞാൻ എന്നും, അതുപോലെ തന്നെ തകർന്നു പോയി എന്ന് ഇൻസ്റ്റാഗ്രാമിലെ ചില റീൽസുകളും അതുപോലെ തന്നെ വീഡിയോകളും എല്ലാം കണ്ടതിന് ശേഷം ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ആൾക്കാർ പോലും എന്നോട് ചോദിക്കാറുണ്ട് എന്നാണ് അവരുടെ വൈഫ് പറയുന്നത്. അപ്പോൾ എല്ലാം ഡിപ്രഷനിലായിരുന്നു. അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് കൊണ്ട് നമുക്ക് നമ്മളെ ഉണ്ടാവുകയുള്ളൂ, നമ്മളെ സംരക്ഷിക്കാനോ നമ്മളെ സമാധാനപ്പെടുത്താനോ ആരും ഉണ്ടാവുകയില്ല എന്ന് തിരിച്ചറിഞ്ഞ ശേഷം ജീവിതത്തിനോട് പടവെട്ടാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് നല്ല ഒരു സുഹൃത്ത് ബന്ധം നമ്മുടെ ഫാത്തിയുടെ ഭാര്യയും ഷാജിയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുകയാണ്. നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കേൾക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ ഷാജി ഈ കാര്യങ്ങൾ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നറിയാൻ വേണ്ടി ഫാത്തിയുമായി ബന്ധപ്പെടുകയാണ്. അതിനുശേഷം ഫാത്തിയുടെ ഒപ്പരം ചേർന്നുകൊണ്ട് ഷാജി കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം ഷാജി തിരിയുകയാണ്. അതൊന്നും അറിയാതെ നമ്മുടെ ഫാത്തിയുടെ വൈഫ് ഷാജിക്ക് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന്. ഇതാണ് അവൻ്റെ ഏറ്റവും വലിയ സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ്. മക്കളെ മുന്നിലിട്ടിട്ട് ആളുകളുടെ സഹതാപം പിടിച്ചു വെക്കുക, അതിലൂടെ ഫെയിം ആവുക, അതിലൂടെ കുറേ ഫ്രണ്ട് സർക്കിൾ, പ്രത്യേകിച്ച് ഗേൾസ് ഗ്യാങ്സ് ഉണ്ടാക്കുക. എന്തൊക്കെയോ അവിടെ നടക്കണമല്ലോ അറിയോ ഷാജി, അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞാണ്ടല്ലോ, അവിടെ ചെന്നുണ്ടല്ലോ വെട്ടിക്കൊല്ലും അമ്മാരി കാട്ടിക്കൊല്ലാണ്. ഒരു മരക്ക് പിന്നീട് നാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ എന്താ ഭയങ്കര സീന് നടക്കണ്ടല്ലോ യൂട്യൂബിൽ. ഇങ്ങനെ കാണാം എന്തൊക്കെയോ ഇപ്പോൾ പുതിയ പ്രശ്നങ്ങൾ, മറ്റേ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ. ഞാൻ ഇന്നലെ ഇങ്ങനെ മറ്റേ ഈ മെസ്സേജിൽ അദ്ദേഹം പറയുന്നത്, ആ വ്യക്തി പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. ഇദ്ദേഹത്തിൻ്റെ കഴിവാണ് ഇത് എന്നും, ഇദ്ദേഹം കുട്ടികളെ മുൻനിർത്തി സെൻറ്റിമെൻറ്റ്സ് പിടിച്ചെടുത്തതിന് ശേഷം ഇങ്ങനത്തെ ലേഡീസ് സുഹൃത്തുക്കളെ കയ്യിലാക്കി അവർക്കൊരു ഗ്യാങ് ഉണ്ട്, അത് തന്നെയാണ് ഇയാളുടെ കഴിവ്, ഇതാണ് ഇയാളുടെ വീക്ക്നെസ് എന്നെല്ലാമാണ് ഇവരുടെ ഫാത്തിയുടെ ഭാര്യ പറയുന്നത്. പക്ഷേ ഷാജി
കളം മാറ്റി ചവിട്ടിയ കാര്യം ഫാത്തിയുടെ ഭാര്യ അറിയില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് അതിനുശേഷം ഷാജി നമ്മുടെ ഫാത്തിയുടെ വൈഫിന് അയച്ച മറുപടി തീർച്ചയായിട്ടും ഇത് 2-3 മിനിറ്റ് കുറച്ച് ലോങ്ങുള്ളൊരു വോയിസ് മെസ്സേജാണ്. ഞാനത് കട്ട് ചെയ്ത് നിങ്ങളെ കേൾപ്പിക്കുന്നില്ല, കാരണം കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഒന്നായിട്ട് തന്നെ കേൾക്കണം. ഒരു 3 മിനിറ്റുള്ള ഓഡിയോ ക്ലിപ്പാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഷാജിയുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ഞെട്ടിപ്പോകും. ഇത് പറയുന്നത് ഷാജിദ തന്നെയാണോ എന്ന് കേട്ടു നോക്കാം. എന്റെ സീൻ അവിടെ നിൽക്കട്ടെ. നീ പറഞ്ഞതിലൊക്കെ സത്യം ഉണ്ടോ ഇല്ലേന്നും കൂടി എനിക്ക് അറിയണമായിരുന്നു. അപ്പൊ കൂടുതൽ നീ പറഞ്ഞതിനേക്കാളും കൂടുതൽ സത്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് നിന്റെ ഹസ്ബൻഡിലൂടെ അല്ല, വേറൊരാളിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ നിൻ്റെയും ഭാഗവും നിൻ്റെ ഹസ്ബൻഡിൻ്റെ ഭാഗവും ഞാൻ കേൾക്കാൻ തയ്യാറാണ്. നിൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ആയിട്ട് കേട്ടു. ഇനി നിൻ്റെ ഹസ്ബൻഡിൻ്റെ ഭാഗവും നിൻ്റെ മക്കളുടെ ഭാഗവും കൂടി എനിക്കൊന്ന് ക്ലിയർ ആയിട്ട് കേൾക്കാനുണ്ട്. പിന്നെ എന്താ പറയുക, കുറേ സംഭവങ്ങൾ എനിക്ക് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഏതാ സത്യം ഏതാ നോണാന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ സംഭവങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ സംഭവങ്ങളാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭർത്താവും ഭാര്യയും അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി തേക്കുന്നത്. കൂടെ കിടന്ന് കൂടെ ഇത്ര വർഷം 10-13 വർഷം ജീവിച്ച് 3 മക്കൾക്ക് ജന്മം നൽകി ആ ഉമ്മ ഉപ്പയാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ നിനക്ക് പേഴ്സണലായിട്ട് അല്ലെങ്കിൽ നിനക്ക് ഞാൻ മെസ്സേജ് അയക്കും, നീ എനിക്ക് മെസ്സേജ് അയച്ചപ്പോഴും നിന്നോട് മാന്യമായ രീതിയിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിൻ്റെ മക്കളുടെ ഉപ്പയാണ്, നിൻ്റെ ഹസ്ബൻഡായിരുന്നു 10-13 വർഷം. ഓന് നിനക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ നീ എന്തുകൊണ്ടാണ് ഗൾഫിലോട്ട് പോവാത്തത്? എന്തിനാണ് പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ കത്തിച്ച് വിട്ടേ? ആ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. പിന്നെ നിൻ്റെ കൂടെ ഉള്ള ആരാണ്, നിനക്ക് സപ്പോർട്ടായിട്ട് ആരാണ് നിൽക്കുന്നതെന്നും, പിന്നെ എന്താ നിൻ്റെ ഉമ്മ നിൻ്റെ ആങ്ങളാരൊക്കെ എന്താണ് നിനക്കെതിരെ? നിൻ്റെ ഉപ്പ നിൻ്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലായി, പക്ഷെ നിൻ്റെ ഉമ്മ നിൻ്റെ ആങ്ങളാർ, ഹസ്ബൻഡിൻ്റെ ഉമ്മ ഉപ്പ അവരുടെ ഏട്ടൻ അനിയന്മാരെല്ലാം എതിരാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് സംഭവങ്ങൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ചിട്ട് വീഡിയോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയണത് ഈ മക്കളില്ലേ. ഈ പെൺകുട്ടി പറയണ, നിങ്ങൾക്കൊരു പെൺകുട്ടിയുണ്ട്, 2 ആൺകുട്ടികളുണ്ട്. ഈ പെൺകുട്ടി വളർന്നു വരുമ്പോൾ പിന്നീട് അത് ദോഷത്തിലേക്കേ എത്തിക്കുള്ളൂ. കാരണം ആ കുട്ടിക്കൊരു ഭാവിയുണ്ട്, ആ കുട്ടിക്കൊരു ജീവിതമുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി വളർന്നു വരുമ്പോൾ ഉമ്മയും ഉപ്പയും ചളി സോഷ്യൽ മീഡിയയിൽ വാരി തേക്കുമ്പോൾ ഇത് നിങ്ങൾ ഡിലീറ്റ് ആക്കിയാലും ഇത് സോഷ്യൽ മീഡിയയിൽ കടന്ന് ഇങ്ങനെ കളിക്കും. കാരണം വേറെ ആൾക്കാർ കുറേ ഇത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത്, അവരുടെ മക്കളുടെ ഉപ്പയാണ്, മക്കളുടെ നിനി ഹസ്ബൻഡിനൂടെ നീ 10-13 വർഷം ജീവിച്ചെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇങ്ങനെയുള്ളപ്പോൾ ഞാനും ഒരു ഹസ്ബൻഡിനൂടെ ജീവിച്ചതാണ് 15 കൊല്ലം. 15ാമത്തെ വയസ്സിൽ 2009 മാർച്ച് 29 കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഇക്കാൻ്റെ കൂടെ പോയതിന് ശേഷം എൻ്റെ ഇക്ക പറഞ്ഞതാണ് എൻ്റെ ലോകം. ഇക്ക പറഞ്ഞതിനപ്പുറം എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ പറഞ്ഞതും കൂടി ഞാൻ കേൾക്കാറില്ല. എൻ്റെ ഉമ്മാനെ കാണണ്ട ഉപ്പാനെ കാണണ്ട പറഞ്ഞാലും കൂടി ഞാൻ ആ ഭാഗത്തേക്ക് പോവാറില്ല. വർഷക്കണക്ക് പോവാറില്ല. 10-15 കൊല്ലമൊക്കെ ഞാൻ ഇവിടെ വരാണ്ടിരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ എന്തുകൊണ്ട് നിൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരമില്ല. കാരണം ഞാൻ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു, ഒരു വ്യക്തിയായിരുന്നു, ഭാര്യയായിരുന്നു, ഒരു ഫ്രണ്ടായിരുന്നു, ഒരു മക്കളുടെ ഉമ്മ, അത്രയും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഉമ്മ ആയിരുന്നു. ഇപ്പോഴും ഞാൻ എൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കുന്നുണ്ട്, ഒരാളുടെയും തുണയില്ലാണ്ട് ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി തേച്ചിട്ട് കാര്യമില്ല. നീ ഡൈവോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് നീ ഡൈവോഴ്സ് വാങ്ങിയിട്ട് നിൻ്റെ മക്കളിൽ നിനക്ക് തരികയാണെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചിലപ്പോൾ നിൻ്റെ മക്കളിൽ നിനക്ക് തരുമായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് പറഞ്ഞാൽ ആ മക്കളിനെ അവനെ ഏൽപ്പിക്കുകയായിരിക്കും. അതറിയില്ല എങ്ങനെയാണ് കോടതി നിയമങ്ങളെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഇതിനെ പറ്റിയിട്ട് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. സുഹൃത്തുക്കളെ, ആ ഓഡിയോ ക്ലിപ്പ് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇതാരാണ് പറയുന്നത്? നമ്മുടെ ഷാജിയാണോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. ഷാജിദ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഭാഗം കേട്ടതിന് ശേഷം അവരുടെ ഭാഗം കേട്ടു. അതിനുശേഷം സത്യാവസ്ഥ അറിയാൻ വേണ്ടി മറ്റൊരാളുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു, മക്കളുമായി സംസാരിച്ചു. നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിവാരി എറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 കുട്ടികളുണ്ട് എന്നും അതിലൊന്ന് പെൺകുട്ടിയാണ് എന്നും, നിങ്ങൾ ഈ വീഡിയോ ഡിലീറ്റ് ആക്കി കഴിഞ്ഞാലും നാളെ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ അവിടെ തന്നെ ആരെങ്കിലും റെക്കോർഡ് ചെയ്ത് വെച്ചത് ഉണ്ടാകുമെന്നും, അത് അവരുടെ വൈവാഹിക ജീവിതം ആരംഭിക്കുന്ന സമയത്ത്
ഇത്തരം കാര്യങ്ങൾ അവർക്കൊരു ബുദ്ധിമുട്ടായി തീരുമെന്നൊക്കെ ഷാജിദ അവരെ ഉപദേശിക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. എത്ര നല്ല മോട്ടിവേഷൻസ് എന്ന് എനിക്കും തോന്നിപ്പോയി. കാരണം വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ് അവർ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഭർത്താവിനെ ഒരു അനിയനായിരുന്നു, ഒരു അനിയത്തിയായിരുന്നു, ഒരു സുഹൃത്തായിരുന്നു, ഉമ്മയായിരുന്നു, വൈഫായിരുന്നു, എല്ലാമായിരുന്നു. അതുപോലെ തന്നെ 10-13 വർഷം നിങ്ങളും അവരുമായിട്ട് ജീവിച്ചില്ലേ? ഒന്നുമില്ലെങ്കിൽ അവർ നിങ്ങളുടെ കുട്ടികളുടെ വാപ്പയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇനി നാളെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ കുട്ടികളെ നിങ്ങൾക്ക് വിട്ടുകിട്ടും, നിങ്ങൾക്ക് അത് സംരക്ഷിക്കാം. ഇനി അതല്ല നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ കുട്ടികളെ അവർക്ക് കൊടുക്കും. കോടതി നടപടികളൊന്നും കൂടുതലായി എനിക്കറിയില്ല എന്ന് ഷാജിദ പറയുന്നു. ഷാജിദ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എത്ര നല്ല കാര്യങ്ങളാണ് എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അത്രയ്ക്കും ബുദ്ധിമതിയായ അല്ലെങ്കിൽ അത്രയ്ക്കും വിദ്യാഭ്യാസമുള്ള അത്രയ്ക്കും സംസ്കാര സമ്പന്നരായ ഒരു വ്യക്തിക്ക് മാത്രമേ ഇത്തരം ഒരു നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വളരെ ഞെട്ടലോടുകൂടിയാണ് ഷാഹിദ ഷാജിയുടെ ഈ ഒരു വോയിസ് ഞാൻ കേട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത് റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം. അല്ലാതെ നമുക്ക് മറ്റവരുടെ ജീവിതത്തിൽ ഇടപെടാനോ മറ്റോ നമുക്ക് അവകാശമില്ല. അതൊന്നും വേണ്ടി റിയാക്ട് ചെയ്താനെടുത്തല്ല. ഫാത്തിയുടെ ലൈഫ് എന്തോ ആവട്ടെ, അദ്ദേഹവും വൈഫും തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ ഇടപെടുന്നില്ല. പക്ഷേ ഈ ഷാജിദ ഷാജി ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് മറ്റൊരാളെ ഉപദേശിക്കുന്ന ഷാജിദ പറയുന്നുണ്ട്, എൻ്റെ പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അപ്പോൾ നിൻ്റെ കാര്യത്തിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് നിൻ്റെ സഹോദരങ്ങളും അതുപോലെ തന്നെ നിൻ്റെ കുടുംബക്കാരും നിൻ്റെ വാപ്പ നിൻ്റെ ഒപ്പരമാണ്, ബാക്കി ആരും നിൻ്റെ കൂടെ നിൽക്കാത്തതിൻ്റെ കാരണം എന്തെന്നാണ് ഷാജിദ ചോദിക്കുന്നത്. ഇതേ ചോദ്യം തന്നെയാണ് ഷാജിദ ഈ ഞങ്ങൾക്കും റിയാക്ട് വീഡിയോ ചെയ്യുന്ന ഞങ്ങൾക്കും നിന്നോട് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ടാണ് പെറ്റ ഉമ്മാൻ്റെ ഷഡ്ഡി ഡാൻസ് വരെ നീ യൂട്യൂബിലിടാൻ വേണ്ടി തയ്യാറായി? അതുപോലെ തന്നെ നിൻ്റെ ഇളയമാൻ്റെ മക്കളായ സിനാനാട്ടെ, മുത്തുവാട്ടെ എല്ലാവരെക്കുറിച്ചും നീ പറയാത്ത ഒരു തെറിയും ഈ ജീവിതത്തിൽ ഇനി കേൾക്കാത്തവരായി ഈ വീഡിയോ കാണുന്ന ആരും തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ നിൻ്റെ വീഡിയോ റിയാക്ട് ചെയ്യുന്നവരെ മൊത്തം നീ തെറി പറയുന്നു. അതുപോലെ ആരാണ് തെറി പറയാത്തത് എന്ന് എനിക്ക് അറിയില്ല. എല്ലാവർക്കും തെറിയുടെ പൊടി പൂരമാണ്. പക്ഷേ ഷാജിദ, നീ ഉപദേശിക്കുന്ന നിനക്ക് എൻ്റെ ജീവിതത്തിൽ എന്നെങ്കിലും ഒരു ദിവസം നീ അയച്ച ഈ വോയിസ് മെസ്സേജ് നീ സ്വന്തമായി ഒന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് ചുവട്ടിലൊരു എയർഫോൺ വെച്ച് കേട്ടാൽ നിനക്ക് മനസ്സിലാകും. 100ക്ക് 100 മാർക്ക് നിനക്ക് ഞാൻ തരികയാണ്. അത് നിൻ്റെ ജീവിതത്തിൽ എന്നെങ്കിലും എനിക്ക് പകർത്താൻ തോന്നുകയാണെങ്കിൽ നിൻ്റെ ജീവിതവും നീയും രക്ഷപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. നീ പറയുന്നില്ല 3 കുട്ടികളുടെ കാര്യം, അതുപോലെ തന്നെ 5 മക്കളെ അടുത്ത് നിർത്തിയാണ് ഷാജിദ നീ എന്തെല്ലാം വൃത്തികേടുകളാണ് പറഞ്ഞത് എന്ന് എനിക്ക് പോലും പറയാൻ തോന്നാത്ത അത്രയും തെറ്റുകൾ നീ നിൻ്റെ മക്കളെ അടുത്ത് നിർത്തി പറഞ്ഞു. അതുപോലെ തന്നെ നീ പറഞ്ഞു, ഞാൻ എൻ്റെ മക്കളെ വലുതാകുമ്പോൾ തല്ലിക്കും, അതിനു വേണ്ടിയാണ് ഞാൻ വളർത്തുന്നത്, അപ്പോൾ കാണാം ഇങ്ങനെ കാണാം എന്നൊക്കെ പറഞ്ഞ് എത്ര നിൻ്റെ വീഡിയോകൾ നീ ഒന്ന് എടുത്തു നോക്കിയാൽ കാണും. 5 മക്കളെയും അടുത്ത് നിർത്തിയാണ് നീയും പറയുന്നത്. അവർക്കൊരു പെൺകുട്ടി ഉണ്ട് എന്നുള്ളൊരു മാറ്റം മാത്രമേ ഉള്ളൂ. നിനക്കും 5 ആൺകുട്ടികളാണ്. അവരുടെ ജീവിതത്തിൽ നാളെ പുതിയ ഭാര്യകളും അതുപോലെ തന്നെ അവരുടെ ജീവിതം പുതുതായി തുടങ്ങുന്ന സമയത്ത് അവർക്കും ഇതൊരു മോശമായി തോന്നുകയുണ്ടോ ഇല്ലയോ എന്ന് ഒരിക്കലെങ്കിലും നീ ചിന്തിച്ച് നോക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുട്ടികളെ അടുത്ത് നിർത്തി നീ ചെയ്യുന്നത് വളരെ മോശകരമായ ഒരു കാര്യമാണ്, അത് നീ തിരുത്തണം. അതിനൊക്കെ നീ മറുപടി വന്നത് ആരും ഉപദേശവുമായി ഇങ്ങോട്ട് വരണ്ട, ബാക്കി പറഞ്ഞ കാര്യങ്ങളൊന്നും അങ്ങോട്ട് പറയാനും പറ്റാത്ത കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നിൻ്റെ ഈ ഉപദേശം 100%, 100ക്ക് 100 മാർക്ക് നിനക്ക് ഞാൻ തരികയാണ്. അവരുടെ ജീവിതത്തിൽ അവർ പകർത്തുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, നിൻ്റെ ജീവിതത്തിൽ നീ അത് പകർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാളെ നിൻ്റെ വീഡിയോ നീ പറയുന്നുണ്ട് നിൻ്റെ നല്ലവരായ സബ്സ്ക്രൈബർ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയല്ല, ഇനി മോശക്കാരായ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരും കണ്ടാൽ നല്ലത് പറയുന്ന രീതിയിൽ നീ നിൻ്റെ വീഡിയോ ചെയ്യണം. അത്തരം ഒരു സമയത്തെ നിനക്ക് ബാക്കിയുള്ള ആൾക്കാരെ കൂടി സന്തോഷത്തിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും നിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സിന് 100 മാർക്കും അതുപോലെ തന്നെ നല്ലൊരു കയ്യടിയും ഞങ്ങൾ തരികയാണ്. അത് നിൻ്റെ ജീവിതത്തിൽ കൂടി നീ പകർത്തി കാണിക്കണമെന്ന് മാത്രമാണ് വിനീതമായി ഞങ്ങൾക്ക് നിന്നോട് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും വീണ്ടും നല്ലൊരു വീഡിയോവുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.